തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതക കേസിലെ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതികളായ അനീഷ, ഭവിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നവജാത ശിശുക്കളുടെ മൃതദേഹം സംസ്കരിച്ചെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ഇന്ന് ഫോറൻസിക് പരിശോധന നടക്കും. കൊലപാതകം ബന്ധുക്കളുടെ അറിവോടെയായിരുന്നു എന്നും പോലീസ് പരിശോധിക്കും. എസ് ശരൺ ചേരുന്നു വിശദാംശങ്ങളുമായി. ശരൺ, ഇന്നലെ തന്നെ തെളിവെടുപ്പിൽ പ്രതി പൊട്ടിക്കരയുന്നതുമൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും അന്വേഷണ സംഘത്തിന് ഇതിൽ വെല്ലുവിളികൾ ഏറെയാണ്. ഇതിലിപ്പോൾ അന്വേഷണം ഏത് രീതിക്കാണ് മുന്നോട്ട് പോകുക? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ മെനഞ്ഞാന്ന് രാത്രിയാണ് ഭവിൻ ഇത്തരത്തിൽ അസ്ഥികൂടവുമായിട്ട്, അതായത് അസ്ഥിയുമായിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ മുതൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ കേസാണ്. എങ്ങനെ ഇത് തെളിയിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിലാണ് പോലീസ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പല തലത്തിലുള്ള അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയെല്ലാം ചെയ്തിരുന്നത്. ഇനി പോലീസിനെ സംബന്ധിച്ച് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇതിനകം തന്നെ ഈ രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് 2020 മുതൽ സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ തന്നെ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം ശാസ്ത്രീയ തെളിവുകൾ വേണം. അതായത് ഇപ്പോൾ ഈ അസ്ഥികൾ അവിടെ പോലീസിന്റെ പക്കലുള്ള, പോലീസിന് ലഭിച്ചിരിക്കുന്ന അസ്ഥികൾ അത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടെ നിന്നാണോ ഇത് കൊണ്ടുവന്നതെന്നുള്ളത് സ്ഥിരീകരിക്കാൻ കൂടിയാണ് ഇന്ന് ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കുക. ഇതോടൊപ്പം തന്നെ DNA പരിശോധനയിലേക്കും കടക്കേണ്ടതുണ്ട്. കാരണം ഇവർ രണ്ടുപേരുടെയും കുഞ്ഞുങ്ങളാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DNA പരിശോധനയിലേക്ക് പോകേണ്ടത്. ആ പരിശോധനാ ഫലം അടക്കം വരുമ്പോൾ മാത്രമായിരിക്കും പോലീസിനെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുക. എന്തായാലും നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ രണ്ടുപേരുടെയും പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം രണ്ടുപേരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ രണ്ടുപേരും, അതായത് ഇവർ പലതരത്തിൽ തന്നെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളൊക്കെ തുടക്കത്തിൽ നടത്തിയിരുന്നു എന്നുള്ളൊരു സംശയം കൂടി പോലീസിന് ഉണ്ടായിരുന്നതാണ്. ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നൽകുമ്പോൾ, അതായത് 2 കുട്ടികളാണ് ഇവിടെ, 2 നവജാത ശിശുക്കളാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 2021 ഇത്തരത്തിൽ നവജാത ശിശു മരണപ്പെട്ട, അതായത് ഗർഭിണിയായിരിക്കും തന്നെ മരണപ്പെട്ടതാണ് എന്നുള്ളൊരു മൊഴി അവർ നൽകിയിരുന്നു. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അത് കൊലപാതകമാണെന്നുള്ള സംശയമാണ് പോലീസിനുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യത്തേത് കൊലപാതകമാണോ എന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കാനുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടത്. എന്തായാലും 2024 കഴിഞ്ഞ വർഷം ജനിച്ച കുട്ടി അത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോലീസ് ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി പ്രധാനമായും മറ്റ് തെളിവുകൾ കൂടി ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തെക്കുറിച്ച് മറ്റാർക്കെങ്കിലുമൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 2 പേർക്ക് മാത്രമാണോ, ഈ 2 പേരുടെയും ബന്ധുക്കൾക്കും അറിയാമായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ ഈ ഭവിൻ ഈ കുട്ടികൾ ജനിച്ച കാര്യം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗർഭിണിയായിരുന്ന കാര്യം, അനീഷ ഗർഭിണിയായിരുന്ന കാര്യം ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിരുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ അനീഷ ഗർഭിണി ആയിരുന്നു എന്നുള്ളൊരു സംശയം അത് നാട്ടുകാർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പം തന്നെ ഈ വീടിൻ്റെ പരിസരത്തായിട്ട് ഇത്തരത്തിൽ കുഴിയെടുത്ത് മൂടുക എന്ന് പറയുമ്പോൾ തന്നെ അത് കൊലപാതകമാണോ എന്നുള്ള സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവരുടെയൊക്കെ തന്നെ, ഈ സാക്ഷികളുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് പോലീസിന് മുന്നോട്ട് പോകാനുള്ളത്. എന്തായാലും നിലവിൽ പോലീസ് ഈ 2 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം 2 പേരെ റിമാൻഡിലേക്ക് പോകും. പിന്നാലെയാണ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുക. ഓക്കെ, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.